ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ഉച്ചയ്ക്കുള്ള ഒരു ഭക്ഷണം. ആദ്യം അയില പൊരിച്ചത് ആണ് ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. അയില പൊരിച്ചത് ഇതിനകത്ത് നമ്മുടെ നാടൻ രീതിയിലുള്ള അയില പൊരിച്ചതാണ് ഉണ്ടാക്കുന്നത്. പല രീതിയിലും ഇന്ന് ഫാഷൻ കൂടിയപ്പോൾ ആൾക്കാർ പല രീതിയിലും ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും ഇതിൻ്റെ രുചി അത്രത്തോളം അതിനോട് ചേരത്തില്ല. ഇതിൻ്റെ രുചിയാണ് പ്രത്യേകത. നമ്മുടെ നാടൻ പൊരിച്ച മീൻ. അതിനങ്ങനെ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക്, മുളക് പൊടി. ഇത്ര സാധാരണ സിമ്പിളായ ഒരു ഐറ്റമാണ്. പിന്നെ ഓരോരുത്തർ അതിൻ്റെ കൂടെ പെരുംജീരകം ചേർക്കുന്നുണ്ട്, പിന്നെ നമ്മളും ചേർക്കുന്നുണ്ട്. പക്ഷേ ഇതാണ് ഏറ്റവും രുചിയായിട്ടുള്ള ഒരു മീൻ പൊരിച്ചതിൽ ഏറ്റവും നല്ലത്. അപ്പം നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഇപ്പോഴും എല്ലാവർക്കും അറിയാം, എങ്കിലും പുതിയ ജനറേഷൻ വരുമ്പം ജോലികൾ ചെയ്യാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടെയാണ് ഞാൻ ഇന്നിത് കാണിക്കുന്നത്. ഓക്കെ, ആദ്യമായിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ഈ പിന്നെ ഇൻഗ്രീഡിയൻസിൽ കുറച്ച് വെള്ളം പാകത്തിന് ഒഴിച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് ഒന്ന് കുഴയ്ക്കണം. കൈ കൊണ്ട് അതിനെ ഒന്ന് കലക്കി അത് കുഴഞ്ഞു വരുമ്പോൾ അത് മീനിൻ്റെ മസാലയിലേക്ക് ചേർത്ത് ഇടണം. ഇട്ട് ഇളക്കി അതൊരു 20 മിനിറ്റ് ഒന്ന് വെക്കണം. ഇപ്പം വെള്ളം കുറവായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇങ്ങനെ മീൻ ഉപ്പിട്ട് കഴുകി 2-3-4 പ്രാവശ്യം ഉപ്പിട്ട് കഴുകി അതിനകത്തുള്ള അഴുക്കെല്ലാം എടുത്തു കളഞ്ഞതിന് ശേഷം ഇങ്ങനെ വരഞ്ഞു. അത് സൈഡ് ഇങ്ങനെ ചരിച്ച് ആണ് ഇത് മീൻ വരേണ്ടത്, അല്ലെങ്കിൽ ഒരു മാതിരി ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് സൈഡ് വരഞ്ഞതിന് ശേഷം ഈ മീൻ അതിനകത്ത് ഈ മസാലയിൽ ചേർത്ത് നമ്മൾ വരവി കുറച്ച് നേരം വയ്ക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 മിനിറ്റ് ഈ 10 മിനിറ്റ് മീൻ മസാലയിൽ പുരട്ടി 2 വശത്തും അകത്തും മസാല പുരട്ടി അതിങ്ങനെ വയ്ക്കണം. അപ്പം നോക്കിയാണ് ഇതിനകത്ത് ഈ മീനകത്തൊന്നും അഴുക്കില്ല. ഈ മീനെല്ലാം കടയിൽ നിന്ന് തന്നെ അവർ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് തരും. പിന്നെ നമ്മളതിനെ ഉപ്പിട്ട് ഉരവി കഴുകി എടുക്കുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, അഴുക്കില്ല. അത്ര നല്ല ക്ലീനായിട്ടുള്ള മീനാണ്. പക്ഷേ ഇവിടെ നമുക്ക് വരുന്നത്, ഈ ബാംഗ്ലൂർ വരുന്നത് മംഗലാപുരത്ത് നിന്നുള്ള മീനാണ് ഏറ്റവും നല്ലത്. പക്ഷേ മദ്രാസിൽ നിന്നും ഇവിടുന്നും വരുന്ന മീനൊന്നും അത്ര വലിയ രുചിയും ഇല്ല, നന്നായിരിക്കത്തതുമില്ല. പിന്നെ ഷീമൂക്കായി എന്നൊക്കെ മീൻ വരുന്നുണ്ട്. അത് നമ്മൾ വാങ്ങിച്ചാൽ എടുത്ത് കളയാനേ പറ്റൂ. അത് ഭയങ്കര ഉണക്ക മീനും കാട്ടി വെറും ഒരു പോക്കായ മീനാണ്. അതുകൊണ്ട് മീൻ നമ്മൾ തിന്നില്ലെങ്കിലും മീൻ വാങ്ങിക്കലില്ല. മീൻ കഴിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷേ അത്രയും ഒരു പന്ന മീൻ നമുക്ക് തിന്നാനുള്ള ഇഷ്ടം കാണത്തില്ല. വിശേഷിച്ചും കേരളീയർക്ക് അതിൻ്റെ ടേസ്റ്റും രുചിയൊക്കെ അറിയാവുന്നത് കൊണ്ട്. പിന്നെ നമ്മൾ കോഴിക്കോടിരിക്കുന്ന സമയത്ത് കടപ്പുറത്തിന് അടുത്താണ്. എപ്പോഴും എൻ്റെ ഭർത്താവ് പിന്നെ കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന മീൻ തന്നെയാണ് കൊണ്ടുവരുന്നത്. അതാണെങ്കിൽ ഒരു 7 ദിവസം 10 ദിവസം ആയതിന് ശേഷമേ ആ മീൻ ചീത്തയാവുകയുള്ളൂ. ചീത്തയാവുന്നത് നമുക്ക് എങ്ങനെയെന്ന് അറിയാവുന്നത് പറഞ്ഞാൽ എനിക്ക് നല്ലതുപോലെ അറിയാം. കാര്യം ഇത് എപ്പോഴും പിടിച്ചുകൊണ്ട് വരുന്ന കാരണം നമുക്കത് മനസ്സിലാവും. കാര്യം അതിൻ്റെ ചെവിളകളെല്ലാം ചുമക്കും. പിന്നെ ചുണ്ടിൻ്റെ അടിയെല്ലാം ചുമന്ന് ചോരയെല്ലാം കട്ടയായി അണക്കിയിരിക്കും. അതാണ് ദിവസങ്ങൾ കഴിഞ്ഞ മീൻ. 10 ദിവസം കഴിയുമ്പോൾ മീൻ എല്ലാം വന്നലാവും. അപ്പോൾ അതാണ് അതിൻ്റെ കണക്ക്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി. മീൻ എന്താ കേടെന്ന് നോക്കിയാൽ ഈ കേട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു 20 മിനിറ്റോ അരമണിക്കൂറോ, നമുക്ക് സമയക്കുറവാണെങ്കിൽ അരമണിക്കൂറൊന്നും വെക്കേണ്ട, 20 മിനിറ്റ് തന്നെ വെച്ചാലും മതിയാകും. അങ്ങനെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നല്ല മീനാണ് കിട്ടിയിരിക്കുന്നത്. കേടില്ലാത്ത നല്ല മീനും ചീഞ്ഞതും ഒന്നുമല്ല. അപ്പം എപ്പോഴും പറയും, മമ്മിക്ക് എപ്പോഴും മീൻകാരൻ വരുമ്പോൾ നല്ലതല്ല, ഇങ്ങനെയാണ് മീൻ കുറേ പഴക്കമായെന്നൊക്കെ പറയും. പക്ഷേ നമുക്കറിയാവുന്നത് കൊണ്ടാണ് പറയുന്നത്. അങ്ങനെ അതുകൊണ്ട് നല്ല സുന്ദരമായ മീൻ പൊരിച്ചതാണ് ഇന്ന് ഉച്ചയ്ക്ക് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ പുരട്ടി വെച്ച മീൻ, മസാലയൊക്കെ പുരട്ടി വെച്ച മീൻ അരമണിക്കൂർ കഴിഞ്ഞു. അരമണിക്കൂറിൽ കൂടുതലായി. അപ്പോഴത്തേക്ക് ഞാൻ മോരുകറിയും ചീരയും തോരനും ചോറും വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി ലാസ്റ്റ് പിന്നെ ഉണക്കമുളക് തൈര് മുളകും പൊരിച്ച് വെച്ചു. പിന്നെ ഇനി മീൻ മാത്രമേ പൊരിക്കാനുള്ളൂ.
അപ്പം മീൻ പൊരിക്കാനും നമ്മൾ ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയാണ്, 280 രൂപയൊക്കെ ഉണ്ട് 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക്. നമ്മുടെ നാട്ടിലാണെങ്കിൽ സുലഭമായി കിട്ടും, 130, 150 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ എപ്പോഴും നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അത് കാരണം നിങ്ങളെല്ലാവരും വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കുന്നതാണ് ശരീരത്തിനും ഏറ്റവും നല്ലതും, പിന്നെ ടേസ്റ്റും അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. നമ്മൾ വാങ്ങിച്ച് ഇങ്ങനെ ആണെങ്കിലും മീൻ ഇതിനെല്ലാം വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. മറ്റുള്ളതിനൊക്കെ പാം ഓയിൽ വാങ്ങിക്കും. പാം ഓയിൽ നല്ലതല്ല, കേടാണ്. എങ്കിലും പിന്നെ വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പാം ഓയിൽ വാങ്ങിക്കും. എന്നിട്ട് മീൻ ഇതിനകത്ത് എണ്ണയ്ക്കകത്തിട്ട് മീൻ മൂക്കട്ടെ. മീൻ ദിവസവും കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്, ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പം മീനൊന്ന് ആയതിന് കുറച്ച് ഒരു 5 മിനിറ്റ് 7 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് തിരിച്ചിടാം. തിരിച്ച് പൊടിയാതെ തിരിച്ചിടാം. അപ്പം ഉടനെ തിരിച്ച് മറിച്ച് വിടുമ്പോൾ മീൻ പൊടിഞ്ഞു പോകും. അപ്പം ഉടനെ ഇടാതെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് 7 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ മറിച്ചിടുവാണെങ്കിൽ നമുക്ക് മീൻ പൊടിയാതെ നല്ല ഒരു ഭാഗം വെന്ത് നമുക്ക് കിട്ടും. എന്നിട്ട് മറുഭാഗം നമുക്ക് മറിച്ചിടാം.